മാനവരാശിയുടെ പാപമോചനത്തിനായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. 33.5 തിരുവയസ്സിൽ കാൽവരി മലമേൽ 3 ആണികളാൽ മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ വിടുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞ 7 മൊഴികളാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:34. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. യോഹന്നാൻ 19:26. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള എലോഗി എലോഗി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. മാർക്കോസ് 15:34. ഇന്നു നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ലൂക്കോസ് 23:43. തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ 19:28. യേശു പൊളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 19:30. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ലൂക്കോസ് 23:46. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.